ലാസ്റ്റ് വായിച്ച പുസ്തകം പാത്തുമ്മയുടെ ആടാണ് ആര് വായിച്ചത്? അവര് വായിച്ചത്. ഈ പാത്തുമ്മയുടെ ആടിലെ കഥ നമ്മൾ പഠിക്കുന്ന ക്ലാസ്. പക്ഷെ നിങ്ങളെ കുട്ടിക്ക് ആ പാത്തുമ്മാനെയും ആടിനെയും എവിടെ കാണിച്ചു കൊടുക്കുന്നത്? ഇവിടെ പശുവിധത്തിന് കാണിച്ചു കൊടുക്കുന്നത് എവിടെ? ഈ LP സ്കൂളിൽ കാണിച്ചു കൊടുക്കുന്നുണ്ട്, ഒരു പ്രോഗ്രാമായിട്ട് നടത്താറുണ്ട് അല്ലെ? ഈ പാത്തുമ്മയുടെ ആടിന്റെ പഠനത്തിനെ കുറിച്ചിട്ടുള്ള അവന്റെ ചിന്തയല്ല അവൻ ആ ഒരു ആശയത്തെ ഉൾക്കൊടുക്കുന്നത്. അന്ന് ഇവിടെ വരുന്ന ആളും ലാവിന്റെയും ആ വസ്ത്രാലങ്കരിച്ച് വരുന്ന കുട്ടികളും ആണ് എന്ത് ചെയ്യുന്നത്? അയാളെ സ്വാധീനിക്കുന്നത്. ബഷീർ എന്ന വ്യക്തിയല്ല, കേരളത്തിലല്ല, ലോകത്തെ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന മലയാളികളാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന മലയാളി എന്നുള്ളത് വൈക്കം മുഹമ്മദ് ബഷീറാണ്. അയാൾ എഴുതിയ പുസ്തകം കൊണ്ട് മാത്രമല്ല അയാൾ എന്തായത് മലയാളം അറിയുന്ന ആളായത്. അയാളുടെ ചില മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റണം? നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. ഇപ്പൊ വൈക്കം മുഹമ്മദ് ബഷീർ ഒരു ചായ കുടിച്ചു കഴിഞ്ഞാൽ ചായ കുടിക്കുമല്ലോ, നമ്മൾക്ക് ചായ കുടിക്കുമല്ലോ, നമ്മളാണെങ്കിലും ഗ്ലാസ് കൊത്തിക്കാറുണ്ടോ? ആ മനുഷ്യൻ കൊടുത്തു എന്തിനാ കൊത്തിക്കുന്ന അറിയോ? എന്തിനാ കൊത്തിണ്ടാവുക? ഒരു ഗസ് എന്തിനാ ചായ കുടിച്ച ചായയുടെ ഗ്ലാസ് കൗത്തി വെക്കുന്നുണ്ടാവും. എന്തിനാവും? നമുക്കൊന്നും ചിന്തിക്കാൻ പോലും വയ്ക്കുന്നില്ലല്ലോ എന്തിനാ കൗത്തി വെച്ചിരുന്നത്. ആ കാലഘട്ടത്തിൽ ആ മനുഷ്യനെ ഗ്ലാസ് കൗത്തി വെച്ചിട്ടുണ്ടായോ? ആര് ചായ കുടിച്ചാലും ഒരു കുട്ടി ചായ ബാക്കിണ്ടാവില്ലേ? ആരെങ്കിലും പറ്റിച്ച് ചായ വെച്ചിട്ടുണ്ടോ? ചായ വെച്ചാലും തുള്ളി ചായ ബാക്കിണ്ടാവും. ആ ഗ്ലാസ് ഇങ്ങനെ വെച്ചാൽ ഒരു ഉറുമ്പ് വന്നിട്ട് ആ വെള്ളത്തിൽ ഉറുമ്പ് ചാവും. ആ ഉറുമ്പ് ചാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിന്നത് വൈക്കം മുഹമ്മദ് ബഷീർ ആ ഗ്ലാസ് കൗത്തി വെച്ചിരുന്നത്. അങ്ങനത്തെ മൂല്യങ്ങള് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. നമ്മൾ ഈ പറയുന്ന 80-90 കാലഘട്ടത്തിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അപ്പൊ 2025 കുട്ടികളുടെ അവസ്ഥ ചിന്തിക്കാൻ പറ്റുമോ? ഇതുപോലുള്ള മൂല്യങ്ങളെ നമ്മൾ അവരിലേക്ക് എത്തിക്കണം.